വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ CPM കോട്ടകൾ ഇളകുമെന്നാണ് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറയുന്നത്. തളിപ്പറമ്പിൽ അട്ടിമറി ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രവചിക്കുകയാണ്. പയ്യന്നൂരിൽ അടിയൊഴുക്കുണ്ടാകുമെന്നും പറയുന്നു. വി കുഞ്ഞികൃഷ്ണനുമായി കോൺഗ്രസ് ചർച്ച നടത്തിയിട്ടില്ല. കെ സുധാകരൻ മത്സരിക്കുന്നതിൽ AICC തീരുമാനമെടുക്കുമെന്നും മാർട്ടിൻ ജോർജ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇത്തവണ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു റിസൾട്ട് ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ 2 സീറ്റാണ്, ഇത്തവണ അതിനേക്കാൾ ഏറെ കൂടും എന്നുള്ളതാണ്. ഇരിക്കൂറും പേരാവൂരും ഉറപ്പാണ്. അതിനപ്പുറത്തേക്ക് കണ്ണൂരും അഴീക്കോടും UDF വലിയ തരത്തിൽ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നൊരു സിറ്റുവേഷനാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലുള്ളത്. കണ്ണൂരും അഴീക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു സംശയം അക്കാര്യത്തിലില്ല. വിജയം ഉറപ്പാണ്. ഉറപ്പെന്ന് പറഞ്ഞാൽ 100% ഉറപ്പുള്ള 2 മണ്ഡലമാണ് അത്. അതിനകത്ത് ഒരു സംശയവും അതിനകത്ത് ഞങ്ങൾക്കില്ല. പയ്യന്നൂർ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളവിടെ ഒരു ഗവേഷണം നടത്തിയാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. വലിയ അടിയൊഴുക്കാണ് പയ്യന്നൂരിലുള്ളത്. CPMന്റെ ഒരു വിമതൻ ഒരു മുനിസിപ്പാലിറ്റിയിൽ വിജയിക്കുന്നു. അതുപോലെ തന്നെ അവിടെ കുഞ്ഞകൃഷ്ണൻ്റെ പുസ്തക പ്രകാശനത്തിൽ തടിച്ചുകൂടിയ ജനങ്ങൾ, CPMനെതിരെ വലിയൊരു വികാരം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് CPMന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ഈ കുഞ്ഞികൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കാനോ അല്ലെങ്കിൽ ആ പിന്തുണയ്ക്കാനോ UDF ആലോചിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കുഞ്ഞികൃഷ്ണൻ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല എന്നുള്ളതാണ് ഞങ്ങളൊരു വിശ്വാസം. അദ്ദേഹം അതിനായിട്ട് ഞങ്ങളുമായിട്ട് അങ്ങനെ ഒരു കോൺഗ്രസുമായിട്ടൊരു ഡിസ്കഷനോ ഒരു സംസാരമോ നടന്നിട്ടില്ല. തളിപ്പറമ്പ് നമ്മൾ പിടിക്കുന്ന കാര്യത്തിന് ഒരു സംശയവും. മലപ്പുറം ആന്തൂരം ഉണ്ടായതുകൊണ്ടെന്ന കാര്യം, ആ മലപ്പുറം ആന്തൂരം വെച്ചിട്ടല്ലേ പാർലമെന്റിൽ നമുക്ക് ഈ മലപ്പുറവും വരുന്ന സ്ഥലത്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മയ്യിൽ ജില്ലാ പഞ്ചായത്തിലെ ഡിവിഷൻ അവിടെ നമ്മൾ ജയിച്ചു. സുധാകരൻ മത്സരിക്കണമെന്ന് റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. താങ്കൾ എന്താ പറയുന്നത്? അല്ല, കെ സുധാകരൻ മത്സരിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും. പക്ഷേ കെ സുധാകരൻ മത്സരിക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അത് അക്കാര്യങ്ങൾ ഉള്ള AICC. കണ്ണൂരിലെ ഇടതുകോട്ടകൾ ഇത്തവണ ഇളക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് DCC പങ്കുവയ്ക്കുന്നത്. ബിജീഷ് ഗോവിന്ദിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കണ്ണൂർ.